താൽക്കാലികമായി നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷത്തെ പൂർണ്ണമായി തകർത്തുകൊണ്ട് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അതീവ ഗുരുതരമായ ഒരു യുദ്ധമുഖത്തേക്ക് നീങ്ങുകയാണ്. നിലവിലുള്ള താൽക്കാലിക ഉടമ്പടികളെല്ലാം ലംഘിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഒടുവിൽ പുറത്തുവരുന്ന സംഭവവികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ പൂർണ്ണമായി പരാജയപ്പെടുകയാണെങ്കിൽ അമേരിക്കയുമായി നേരിട്ടുള്ള ഒരു സൈനിക ഏറ്റുമുട്ടലിന് തങ്ങൾ പൂർണ്ണ സജ്ജരാണെന്ന് ഇറാൻ പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചിയാണ് പാശ്ചാത്യ ശക്തികളെ ഒന്നടങ്കം നടുക്കിയ ഈ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. നയതന്ത്ര ചർച്ചകളുടെ വാതിലുകൾ അടയുകയാണെങ്കിൽ തങ്ങൾക്ക് മുന്നിൽ മറ്റു വഴികളില്ലെന്നും അമേരിക്കൻ സൈന്യത്തിന്റെ ഏതൊരു കടന്നുകയറ്റത്തെയും തങ്ങളുടെ മണ്ണിൽ വെച്ച് നേരിട്ട് ചെറുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശ്രമങ്ങളെല്ലാം വഴിമുട്ടിയ സാഹചര്യത്തിൽ ഇറാന്റെ ഈ പുതിയ നിലപാട് പശ്ചിമേഷ്യയെ മറ്റൊരു വലിയ ലോക മഹായുദ്ധത്തിന്റെ അരികിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അമേരിക്കൻ ഭീഷണികളെ വെറും വാക്കുകളിൽ ഒതുക്കാതെ സമുദ്രത്തിൽ കൃത്യമായ സൈനിക പ്രതിരോധം തീർക്കാനാണ് ഇറാന്റെ അടുത്ത നീക്കം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും തന്ത്രപരവുമായ എണ്ണ വിതരണ പാതയായ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ തങ്ങളുടെ ആധിപത്യവും നിയന്ത്രണവും ശക്തമാക്കിയിരിക്കുകയാണ്. ആഗോള ഊർജ വിപണിയുടെ നാഡീഞരമ്പായ ഈ കടലിടുക്കിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി നിയന്ത്രിക്കാൻ ഇറാന്റെ നാവികസേന വലിയ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും നെഞ്ചു തകർക്കുന്ന പുതിയൊരു പ്രഖ്യാപനം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇറാന്റെ ഒന്നാം വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റസ ആരിഫാണ് അതീവ ഗുരുതരമായ ഈ മുന്നറിയിപ്പ് ആഗോള സമൂഹത്തിന് നൽകിയത്. ഹോർമൂസ് കടലിടുക്കിലൂടെ തങ്ങളുടെ ശത്രു രാജ്യങ്ങളുടെ ഒരൊറ്റ സൈനിക ഉപകരണങ്ങളോ യുദ്ധക്കപ്പലുകളോ ഇനി കടന്നു പോകാൻ അനുവദിക്കില്ലെന്ന് അദ്ദേഹം വള്ളിപുളി തെറ്റാതെ വ്യക്തമാക്കി. ഇറാന്റെ ഈ പുതിയ പ്രഖ്യാപനം അമേരിക്കൻ നാവികസേനയ്ക്കും പെന്റഗണിനും നേരിട്ട് നൽകുന്ന ഒരു വെല്ലുവിളിയാണ്. വർഷങ്ങളായി പേർഷ്യൻ ഗൾഫിലും അന്താരാഷ്ട്ര സമുദ്രപാതകളിലും തങ്ങളുടെ യുദ്ധക്കപ്പലുകളും വിമാനവാഹിനികളും വിന്യസിച്ച് മേധാവിത്വം പുലർത്തിയിരുന്ന അമേരിക്കയ്ക്ക് ഇനി ഹോർമുസ് കടലിടുക്കിലേക്ക് പ്രവേശിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഇറാൻ ഒരുക്കുന്നത്. ശത്രു രാജ്യങ്ങളുടെ സൈനിക സാന്നിധ്യം തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന കൃത്യമായ വിലയിരുത്തലിലാണ് ഇറാൻ വിപ്ലവ ഗാർഡുകൾ. മൊത്തം എണ്ണ വിതരണത്തിന്റെ വലിയൊരു ശതമാനവും കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ വിലക്ക് ഏർപ്പെടുത്തുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. വാണിജ്യ കപ്പലുകൾക്കൊപ്പം അമേരിക്കയുടെ സൈനിക സുരക്ഷാ കപ്പലുകൾക്കും നിയന്ത്രണം വരുന്നതോടെ പശ്ചിമേഷ്യയിലെ കപ്പൽ ഗതാഗതം പൂർണ്ണമായി നിശ്ചലമാകും. ഇറാന്റെ ഈ തന്ത്രപരമായ കടുപ്പമേറിയ നീക്കം പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക നട്ടെല്ല് തകർക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. താൽക്കാലികമായി ഉണ്ടാക്കിയ സമാധാന ഉടമ്പടികൾ നിലനിൽക്കുമ്പോഴും അമേരിക്കൻ ഭരണകൂടം ഇറാനെ സാമ്പത്തികമായും രാഷ്ട്രീയമായും ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് ടെഹ്റാനെ കടുത്ത തീരുമാനങ്ങളിലേക്ക് നയിച്ചത്. അമേരിക്കയുടെ പൊള്ളയായ വാഗ്ദാനങ്ങളെ ഇനി വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന നിലപാടിലാണ് ഇറാന്റെ പരമോന്നത നേതൃത്വം. അതുകൊണ്ട് തന്നെ നയതന്ത്ര ചർച്ചകളിൽ ഇനി സമയം കളയാനില്ലെന്നും സൈനികമായ കരുത്ത് പ്രകടിപ്പിക്കേണ്ട സമയമാണിതെന്നും ഇറാൻ തിരിച്ചറിയുന്നു. ഇറാന്റെ വിപ്ലവ ഗാർഡുകൾ തങ്ങളുടെ അത്യാധുനിക മിസൈൽ സംവിധാനങ്ങളും സമുദ്രവേദ ഡ്രോണുകളും ഹോർമുസ് കടലിടുക്കിന്റെ അതിർത്തികളിൽ സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ്. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഇറാന്റെ നിർദ്ദേശങ്ങൾ ലംഘിച്ച് കടലിടുക്കിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചാൽ അത് വലിയൊരു സൈനിക ഏറ്റുമുട്ടലിലേക്ക് നയിക്കും. ഒരു ചെറിയ തീപ്പൊരി പോലും മിഡിൽ ഈസ്റ്റിൽ വലിയൊരു സ്ഫോടനം ഉണ്ടാക്കാൻ കെൽപ്പുള്ളതാണെന്ന് സൈനിക നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം അധികാരത്തിൽ തുടരുമ്പോൾ ഇറാനെതിരെയുള്ള ഉപരോധങ്ങൾ കൂടുതൽ കർശനമാക്കിയിരിക്കുകയാണ്. ഇതിനുള്ള കൃത്യമായ മറുപടിയായാണ് ഇറാൻ തങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ മേധാവിത്വം ഇവിടെ ആയുധമാക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾക്ക് തങ്ങളുടെ എണ്ണ വിപണി സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇറാന്റെ പരമാധികാരത്തെ അംഗീകരിക്കേണ്ടി വരും എന്ന സന്ദേശമാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. അമേരിക്കൻ സൈന്യത്തിന് നേരെ ഇറാൻ നടത്തുന്ന ഈ ആദ്യ നേരിട്ടുള്ള യുദ്ധപ്രഖ്യാപനം വാഷിംഗ്ടണിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലുള്ള തങ്ങളുടെ സൈനിക ക്യാമ്പുകളും താവളങ്ങളും ഇറാന്റെ മിസൈൽ പരിധിക്കുള്ളിലാണ് എന്ന യാഥാർത്ഥ്യം പെന്റഗൺ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ ഇറാനുമായി ഒരു നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് നീങ്ങുന്നത് അമേരിക്കൻ സൈനികരുടെ ജീവൻ വലിയ അപകടത്തിലാക്കും. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളും കടുത്ത ആശങ്കയിലാണ്. അമേരിക്കൻ നയങ്ങൾ കാരണം തങ്ങളുടെ ഊർജ ഇറക്കുമതി പൂർണ്ണമായി തടസ്സപ്പെടുമോ എന്ന ഭീതി അവരെ വേട്ടയാടുന്നുണ്ട്.
ഒരു വശത്ത് അമേരിക്കൻ സഖ്യം നിലനിർത്തേണ്ടതുണ്ടെങ്കിലും സ്വന്തം രാജ്യത്തെ സാമ്പത്തിക തകർച്ചയിൽ നിന്നും രക്ഷിക്കാൻ ഇറാന്റെ നിയമങ്ങൾ അനുസരിക്കാൻ പല യൂറോപ്യൻ രാജ്യങ്ങളും രഹസ്യമായി തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. റഷ്യയും ചൈനയും ഉൾപ്പെടുന്ന ശക്തമായ ഒരു സഖ്യത്തിന്റെ പിന്തുണയോടെയാണ് ഇറാൻ ഇപ്പോൾ അമേരിക്കയ്ക്കെതിരെ ഈ വലിയ ചൂതാട്ടത്തിന് മുതിരുന്നത്. അമേരിക്കയുടെ ആഗോള മേധാവിത്വം തകർക്കാൻ ആഗ്രഹിക്കുന്ന കിഴക്കൻ വൻ ശക്തികൾ ഇറാന്റെ ഈ കടുത്ത നിലപാടുകൾക്ക് പിന്നിൽ ഒളിഞ്ഞും തെളിഞ്ഞും സഹായങ്ങൾ നൽകുന്നുണ്ട്. ഇത് ഇറാന്റെ സൈന്യത്തിന്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കുന്നു. വരും ദിവസങ്ങളിൽ ഹോർമൂസ് കടലിടുക്കിലൂടെ ഏതെങ്കിലും അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ കടന്നു പോകാൻ ശ്രമിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇറാന്റെ വിലക്ക് ലംഘിച്ച് മുന്നോട്ടു പോകാൻ അമേരിക്ക ശ്രമിച്ചാൽ അത് മിഡിൽ ഈസ്റ്റിലെ സമാധാന ഉടമ്പടികളുടെ പൂർണ്ണമായ അന്ത്യം കുറിക്കും. ഏത് നിമിഷവും ഒരു വൻ സൈനിക വിന്യാസത്തിലേക്ക് പശ്ചിമേഷ്യൻ മണ്ണ് വഴിമാറിയേക്കാമെന്ന സൂചനകളാണ് നിലത്തു നിന്നും ലഭിക്കുന്നത്. സമാധാന ചർച്ചകളുടെ എല്ലാ വാതിലുകളും അടച്ചുകൊണ്ട് ഇറാൻ എടുത്ത ഈ കടുത്ത നിലപാട് ട്രംപ് ഭരണകൂടത്തിന് അന്താരാഷ്ട്ര തലത്തിലേൽക്കുന്ന കനത്ത പ്രഹരമാണ്. ഉപരോധങ്ങളിലൂടെ ഇറാനെ മുട്ടുകുത്തിക്കാമെന്ന് കരുതിയ വാഷിംഗ്ടണിലെ ഉദ്യോഗസ്ഥർക്ക് സ്വന്തം യുദ്ധക്കപ്പലുകളുടെ സുരക്ഷ പോലും ഉറപ്പാക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ആഗോള രാഷ്ട്രീയത്തിലെ അധികാര സമവാക്യങ്ങൾ പൂർണ്ണമായി മാറിമറിയുന്ന ഒരു പുതിയ യുദ്ധകാലത്തിനാണ് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്.